കേരളത്തിലെ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുടെ ലീഡർഷിപ്പിലെ ആളുകളുടെ ഫോളോവേഴ്സായി നിങ്ങൾ അവരെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ പരിസരങ്ങളിലുള്ള നമ്മുടെ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ അവരുടെ ഫോളോവേഴ്സായി നിൽക്കുന്നത് എന്നത് ഒരാശങ്കയായി തന്നെ മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. LGBTQവിന്റെ വലിയ വിഷയം വന്ന സമയത്ത് ഞാനത് അഭിമുഖീകരിച്ചതാണ്. ആ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയത് നമ്മുടെ പെൺകുട്ടികളുടെ ഈ വിഷയത്തിലുള്ള ജാഗ്രതയെക്കുറിച്ചാണ്. ഞാൻ എല്ലാ സഹോദരന്മാരോടും സഹോദരിമാരോടും പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ 10ാം ക്ലാസ് വരെയെങ്കിലും പഠിപ്പിക്കണമെന്ന് വസിയത്തായി നമ്മോട് പ്രസംഗിച്ചു മരിച്ചുപോയ പൂക്കോയത്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ? പെൺകുട്ടികൾ പഠിച്ച് അവർ ഉയരങ്ങളിലേക്ക് പറന്നുയരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴൊരു പ്രശ്നമുണ്ട്. അത് ചെറിയ പ്രശ്നമല്ല, അത് നമ്മൾ കാണാതെ പോയ ഒരു പ്രശ്നമുണ്ട്. എന്നാൽ നമ്മുടെ ആൺകുട്ടികളുമായി ഈ പെൺകുട്ടികളുടെ പഠനത്തെ നിങ്ങൾ താരതമ്യം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് താങ്ങായും തണലായും നമ്മളൊക്കെ കണ്ടിരിക്കുന്നത് നമ്മുടെ ആൺകുട്ടികളെയാണ്. പലപ്പോഴും പ്രവാസത്തിലൊക്കെ ഇരിക്കുന്ന ആളുകൾ അവരുടെ കഫ്റ്റീരിയ, അവരുടെ ബിസിനസ് അതൊക്കെ അങ്ങനെ കുറെ കൊണ്ടുപോകുമ്പോൾ ഒറ്റക്കൊരു തളർച്ചയുണ്ടാകും. മകൻ പഠിക്കുകയാണ്, +2 വരെ കാത്തിരുന്നു, അവനങ്ങ് കൊണ്ടുപോകും ഗൾഫിലേക്ക്. അവൻ അവിടെ അധ്വാനിക്കും, അവിടെ പണിയെടുക്കും. പക്ഷെ അവന്റെ സഹോദരി നാട്ടിലുണ്ട്, അവന്റെ ബാക്കിയുള്ളവരൊക്കെ നാട്ടിലുണ്ട്, പഠിക്കുന്നുണ്ട്. ഇവൻ അങ്ങനെ ഈ ജോലിക്കിടയിലൊക്കെ അങ്ങനെ കഴിഞ്ഞ് ഒരു 20 വയസ്സ് 25 വയസ്സാകുമ്പോൾ നാട്ടിൽ വരും, പെണ്ണന്വേഷിക്കുമ്പോഴാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻ അവർ മനസ്സിലാക്കുന്നത്. കാരണം +2 ഉള്ള ഒരു പെൺകുട്ടിയും ഇല്ല, എല്ലാവർക്കും ഡിഗ്രിയാണ്, അതല്ലെങ്കിൽ PG ആണ്. ഇവനാണെങ്കിൽ ഉള്ളത് +2 ആണ്, പിന്നെ ഈ അധ്വാനവുമാണ്. ആദ്യത്തെ വരവിൽ കുറെയൊക്കെ തിരയും, കിട്ടില്ല. രണ്ടാമത്തെ വരവിലും കുറച്ച് തപ്പും. അവസാനം ബിസ്മി ചൊല്ലിയിട്ട് +2കാരൻ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനെ കെട്ടലാണ്. അതപ്പോൾ നടക്കുന്നത്. ആൺകുട്ടികളൊക്കെ പരിശോധിച്ചോളൂ, അവരൊക്കെ കല്യാണം കഴിച്ചിരിക്കുന്ന ആളുകളൊക്കെ പരിശോധിച്ചോളൂ. ഇപ്പോൾ ഈ വ്യത്യാസമുണ്ട്. ഇത് ചെറിയ പ്രശ്നമല്ല, ഞാൻ പറയുന്നു. അതുകൊണ്ട് ആൺകുട്ടികൾ നിങ്ങൾ സൂക്ഷിക്കണമെന്നും അവരുടെ തുടർ പഠനം ഏത് ജോലിക്കിടയിലും ഇന്നത് സാധ്യമാണ്. ഗൾഫിലാണെങ്കിൽ സാധ്യമാണ്, ലോകത്തിൽ എവിടെയാണെങ്കിലും സാധ്യമാണ്. അതുകൊണ്ട് ആൺകുട്ടികളെ മുറിയാതെ പഠിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങളുടെ കൈത്താങ്ങായി അവരെ കൊണ്ടു നടക്കുമ്പോഴും സൂക്ഷ്മതയോടെ നിങ്ങളത് ശ്രദ്ധിക്കണം എന്ന് ഞാൻ സ്നേഹപൂർവ്വം അവരോട് പറയാണ്. ഇതൊരു കുടുംബ സദസ്സ് പോലെയുള്ള ഒരിടമായതുകൊണ്ട് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെയൊക്കെ അഡ്രസ് ചെയ്യാൻ ഈ ഒരു ചെറിയ കെട്ടിടത്തിന്റെ അതിവിശാലമായ ഒരു കാഴ്ചപ്പാടിനുണ്ടാവണം. ഉമ്മമാരോട് ഞാൻ പറയണത്, വീട്ടില് മക്കളെ പഠിപ്പിക്കുമ്പോൾ പെൺകുട്ടികൾ അടുക്കളയിൽ കയറിയിട്ടില്ലെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന തിരക്ക് എപ്പോഴും നമ്മൾ കാണിക്കാറുണ്ട്. ഇതുകൂടി പഠിപ്പിക്കണം എന്നാണ് നിർബന്ധം. എന്നാൽ ദയവ് ചെയ്ത് ഇനി ആൺകുട്ടികളെയും നിങ്ങൾ അത് പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ പറയണത്. അല്ലെങ്കിൽ അവർ പട്ടിണിയായി പോകും ഇനിയുള്ള കാലങ്ങളിൽ. കാരണം കുടുംബം എന്ന് പറയുന്നതും ജീവിതം കൊണ്ടുപോകുന്നതും ഏകപക്ഷീയമായ ആരുടേതുമല്ല, ഒരുമിച്ചാവുന്ന ഒരു കൾച്ചർ രൂപപ്പെട്ടു വരികയാണ്. ഞാനിത് എന്തുകൊണ്ട് പറയുന്നു എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും. പക്ഷെ ഉറച്ചു വെച്ചോളൂ, കുറച്ചു കാലം കഴിയുമ്പോഴേക്കും അത് നിങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാട് നമുക്കിടയിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. കാലമതാണ്. കാലത്തെ വായിച്ചു കൊണ്ടുപോയിരുന്ന മഹാന്മാരായ നേതാക്കന്മാർ നയിച്ചിരുന്ന ഒരു സംഘടനയാണിത്. ഈ ഓഫീസ് ഈ നാട്ടിലെ മുഴുവൻ സാംസ്കാരിക പ്രവണതകളിലും പങ്കാളിത്തമുള്ളതാവണം. നിങ്ങൾക്കിടയിൽ പാട്ടുപാടുന്നവരുണ്ട്, നിങ്ങൾക്കിടയിൽ എഴുതുന്നവരുണ്ട്, കവിത എഴുതുന്നവരുണ്ട്, നിങ്ങൾക്കിടയിൽ മനോഹരമായി ചിത്രം വരയ്ക്കുന്നവരുണ്ട്, നന്നായി കളിക്കുന്നവരുണ്ട്, നന്നായി ഇടപെടാൻ കഴിയുന്നവരുണ്ട്. അവർക്കൊക്കെയും നിങ്ങളുടെ സംഘടനയുടെ അകത്ത്, ഈ നാട്ടിലെ പ്രസ്ഥാനത്തിനകത്ത് നിങ്ങളെ വന്ന് അന്വേഷിക്കാൻ, നിങ്ങൾ അകത്ത് അവർക്കൊരു സ്പേസ് ഉണ്ടാവാൻ ഈ ഓഫീസ് ഒരു കാരണമാവണം. ആരും ഒറ്റപ്പെട്ടു പോകാതിരിക്കുക എന്നത്, ആരും പ്രയാസപ്പെട്ടു പോകാതിരിക്കുക എന്നത്, എല്ലാവരെയും അഡ്രസ് ചെയ്യുന്ന ഒരു ഇടമായി ഈ സ്ഥലം മാറുക എന്നത് പൂർത്തിയാകുമ്പോഴാണ്, സ്നേഹമുള്ളവരെ, നിങ്ങൾ തുടങ്ങി വെച്ച ഈ ഒരു ചെറിയ കെട്ടിടം, ഈ നാട്ടിനെ സംബന്ധിച്ചൊരു വലിയ കെട്ടിടം, അത് വാനോളം ഉയരുന്ന ഒരു പ്രസ്ഥാനമായി മാറുകയുള്ളൂ എന്ന്
ഒരിക്കലൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ അതിൻ്റെ ചിന്തകളും ധാരണകളും പഠനങ്ങളുമൊക്കെ പഴയതിനേക്കാൾ ഗൗരവത്തിൽ നടക്കേണ്ട ഒരു കാലമാണിത്. രാഷ്ട്രീയ ജാഗ്രതയും വലുതായി സൂക്ഷിക്കേണ്ടുന്ന ഒരു ഇടമാണ്, സമയമാണ്. പഴയ കാലമല്ല. ഓരോ ദിവസത്തെയും അപ്ഡേഷനുകൾ വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ ഓർത്തു നോക്കൂ, ഏതെല്ലാം തരത്തിലാണ് ആളുകൾ ദൈനംദിനം നമ്മുടെ കാഴ്ചയുടെ മുമ്പിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ അല്ലാതെയും നമ്മളിപ്പോൾ ഈ ഏറ്റവും അടുത്ത കാലത്ത് രാജ്യം സാഹൂതം നോക്കി നിന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. വയനാട്ടിൽ മത്സരിച്ചത് പ്രിയങ്ക ഗാന്ധിയാണ്. കേരളത്തിൽ നടന്ന 3 ഉപതെരഞ്ഞെടുപ്പുകൾ രാജ്യം എന്തുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിനെ അത്രമേൽ ഗൗരവത്തോടെ വീക്ഷിച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഈ കൊയിലാണ്ടിയിൽ, ഈ മണ്ഡലത്തിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്തുണ്ടായിരുന്ന പ്രശ്നം എന്താണ്? നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനുള്ള പ്രയത്നമായിട്ടാണ് നമ്മളത് കണ്ടത്. 400 സീറ്റിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് നരേന്ദ്രമോദി ഗീർവാണം മുടക്കിയ ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് നാം മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് പോലുമല്ല. ഇനിയും ആ മനുഷ്യനെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരുത്തില്ല എന്ന് BJP പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. ലക്ഷ്യം നരേന്ദ്രമോദിയെ താഴെ ഇറക്കലായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ആ ലക്ഷ്യത്തോടു കൂടി നമ്മളൊക്കെ വോട്ട് ചെയ്തു. ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക. നിർഭാഗ്യവശാൽ നരേന്ദ്രമോദിയുടെ വാദത്തെ നമുക്ക് തകർക്കാൻ കഴിഞ്ഞെങ്കിലും, രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവാക്കി ഉയർത്താൻ നമുക്ക് കഴിഞ്ഞെങ്കിലും, മോഡിയെ അട്ടിമറിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞാണ് വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി അതിഗംഭീരമായി ജയിച്ചു പോയാലും ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഒരു ഇളക്കവും സംഭവിക്കാൻ പോകുന്നില്ല. മോദി പ്രധാനമന്ത്രി അല്ലാതാവാൻ പോകുന്നില്ല. പ്രിയങ്ക ഗാന്ധി ജയിച്ചിട്ടില്ലെങ്കിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ആവാതിരിക്കുകയും ചെയ്യുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഇല്ലാതിരുന്നിട്ടും ആ വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് കൊടുത്തതിനേക്കാൾ 50,000-ഓളം വോട്ട്, 47,000-ഓളം വോട്ട് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ കൊടുത്തു എന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം എത്രമേൽ ജാഗ്രവത്തായാണ് ഈ രാജ്യത്തിന്റെ സെക്യുലാരിസം, ഈ രാജ്യത്തിന്റെ ഡെമോക്രസി, ഈ രാജ്യത്തിന്റെ ഭരണഘടന എത്രമാത്രം ഗൗരവപ്പെട്ടതാണെന്ന ബോധ്യമാണ് ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിക്ക് കൊടുത്ത ഭൂരിപക്ഷത്തിന്റെ ആന്തരികമായ അർത്ഥം എന്ന് പറയുന്നത്. ഒരു അതിശയവും സംഭവിക്കാനില്ല. നരേന്ദ്രമോദി താഴെ ഇറങ്ങാൻ പോകുന്നില്ല. എന്നിട്ടും രാഹുലിന് കൊടുത്തതിനേക്കാൾ 50,000 വോട്ടിന്റെ ഭൂരിപക്ഷം കൊടുത്തു. എന്തുകൊണ്ടായിരുന്നു അത്? എന്തുകൊണ്ടായിരുന്നു രാഹുലിനെ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന പ്രതീക്ഷ? മണിപ്പൂരിൽ ഭീകരമായ അതിക്രമങ്ങൾക്ക് വിധേയരാകുന്ന അവിടുത്തെ ക്രിസ്ത്യാനി സമൂഹം എന്നല്ല, മൈനോറിറ്റി, ഈ രാജ്യത്തിലെ പൗരന്മാർ എന്ന ബോധത്തോടെ അവിടേക്ക് പോകാൻ കഴിഞ്ഞത് രാഹുൽ ഗാന്ധിക്കാണ്. അവിടേക്ക് നടന്നു പോയത്, അവരെ ചേർത്ത് പിടിച്ചത്, അവരോടൊപ്പം ഞാനുണ്ടെന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ്. ഞാൻ ഈ സംസാരിക്കുന്ന ഈ ക്രിസ്മസ് ദിവസം വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. സമ്പലിൽ പള്ളിയിൽ സർവേ നടത്താൻ വന്ന അതിക്രമം കാണിച്ച സംഘ് പരിവാരത്തോട് പൊരുതുമ്പോൾ അവിടെയാണ് UP-യിലെ പോലീസ് 5 പേരെ വെടിവെച്ച് കൊന്നത്. അവിടേക്ക് പോകാൻ രാഹുൽ ഗാന്ധി കാണിച്ച ഒരു അദ്ദേഹം എടുത്ത ഒരു എഫേർട്ട് ഉണ്ട്. അതിനുവേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഒരു പരിശ്രമമുണ്ട്. ഈ രാജ്യത്തിലെ മൈനോറിറ്റിയോട്, ഈ രാജ്യത്തിലെ മുഴുവൻ മനുഷ്യരോടും അവരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത്, അവരോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ഒരു പ്രതിജ്ഞയായി, അതെന്റെ ഉത്തരവാദിത്തമായി രാഹുൽ ഗാന്ധി എടുക്കുമ്പോൾ ആ രാഹുൽ ഗാന്ധിയെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നവരാരാണ്? ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നവരാരാണ്? രാഹുലിന്റെ പേരിൽ കള്ളക്കേസുകൾ ചുമത്താൻ ശ്രമിക്കുന്നത് ആരാണ്? രാഹുൽ അപകടം പിടിച്ച വർഗീയവാദിയാണ്. മുമ്പിൽ ലീഗിന്റെ പച്ചക്കൊടി, പിറകിൽ ലീഗിന്റെ പച്ചക്കൊടി. ഇത് ലീഗല്ല, ഇത് പാകിസ്ഥാൻ കൊടിയാണെന്ന് ആക്ഷേപിക്കുന്നത് ആരാണ്? രാഹുൽ ഒരു വിഭാഗത്തിന്റെ നേതാവാണ് എന്ന കുറ്റം പറയുന്നത് ആരാണ്? ഈ രാജ്യത്തിലെ വർഗീയവാദികളായ സംഘ് പരിവാരമാണ്. ആ സംഘ് പരിവാരത്തിന്റെ വാദത്തിന് ഉപോത്ബലകമായി സംസാരിക്കാൻ കേരളത്തിൽ വർഗീയ രാഘവൻ എന്ന് പറയുന്ന വിജയരാഘവനും വന്നിരിക്കുന്നു എന്നതാണ് വയനാട്ടിലെ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കാണുന്ന ഏറ്റവും അപകടം പിടിച്ച ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, വയനാട്ടിലെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തു എന്നതിനെയാണ്. ആ വോട്ടുകൾ നിങ്ങൾ വളരെ കൃത്യമായിട്ടാണ് വർഗീയ രാഘവൻ തന്റെ പ്രസംഗം നടത്തുന്നത്. എന്താ പറഞ്ഞത്? മൈനോറിറ്റി
അല്ലെങ്കിൽ ന്യൂനപക്ഷ തീവ്രവാദ വോട്ടുകൾ രാഹുൽ ഗാന്ധി വാങ്ങിയെന്നാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ 3 ഇടതുപക്ഷ MLA-മാരുണ്ട്. അൻവർ ജയിച്ചതും ഇടതുപക്ഷമായിട്ടാണല്ലോ. 3 ഇടതുപക്ഷ MLA-മാരുണ്ട്. ആ പാർലമെന്റ് മണ്ഡലത്തിൽ നിരവധി പഞ്ചായത്തുകൾ CPM ഭരിക്കുന്നുണ്ട്. നിരവധി ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ CPM-നുണ്ട്. പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ CPM-നുണ്ട്. ഈ 3 MLA-മാരും ഈ പഞ്ചായത്ത് മെമ്പർമാരും ആരുടെ വോട്ട് വാങ്ങിയാണ് ജയിച്ചത്? അവർക്ക് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടിയിട്ടില്ല. അവർക്ക് മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിട്ടേ ഇല്ല. ഇനി അവർക്ക് മുസ്ലിങ്ങൾ വോട്ട് ചെയ്താൽ അത് മതേതര വോട്ടാവുക. CPM-ന് ചെയ്യുന്ന മുസ്ലിം വോട്ടുകൾ മതേതര വോട്ടും കോൺഗ്രസിന് ചെയ്യുന്ന മുസ്ലിം വോട്ടുകൾ വർഗീയ വോട്ടുമാകുന്നതിന്റെ രാഷ്ട്രീയം എന്താണ്? ഇത് പറയാൻ തയ്യാറാവണ്ടേ ഈ വർഗീയ രാഘവൻ? ഇത് പറയണ്ടേ? അവിടുത്തെ മുസ്ലിങ്ങൾ CPM-ന് വോട്ട് ചെയ്തിട്ടില്ലേ? നിങ്ങൾ ഇപ്പോൾ വയനാട്ടിലെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് ഒരു മുസ്ലിം നാമധാരിയല്ലേ? അയാൾ മൈനോറിറ്റി അല്ലേ? അയാൾ തീവ്രവാദിയാണോ? അയാൾ വർഗീയവാദിയാണോ? അതല്ല, രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വോട്ട് ചെയ്യുന്ന മുസ്ലിങ്ങൾ മാത്രമാണോ രാജ്യത്തിലെ വർഗീയവാദികൾ എന്ന് പറയുന്നത്? നിങ്ങൾ ഒരു നാട്ടിൻ പുറത്ത് ഞാൻ നിന്ന് സംസാരിക്കുകയാണ്. നിങ്ങളൊക്കെയും ഈ രാജ്യത്ത് സജീവമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നവരാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, കേരളീയ മുസ്ലിം പൊതുബോധത്തെ ഏത് തീവ്രവാദ സംഘമാണ് ഏതെങ്കിലും ഒരു കാലത്ത് അതിജയിക്കാൻ സാധിച്ചത്? എത്രമേൽ അപകടം പിടിച്ച ഒരു സമൂഹമായിരുന്നു മലബാറിലെ മാപ്പിള വികാരം എന്ന് ആർക്കാണ് അറിയാത്തത്? 921 ബ്രിട്ടീഷുകാർക്കെതിരെ പടപെട്ടുമ്പോൾ അവന്റെ ആവേശം എന്തായിരുന്നു? അവന്റെ ആർജവം എന്തായിരുന്നു? അവൻ എത്രമാത്രം അപകടകാരിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധത്തെ ഉയർത്തിപ്പിടിക്കുന്ന വിപ്ലവകാരിയായിരുന്നു. ഓർക്കണം നിങ്ങൾ, 921 ആ മാപ്പിളയെ തകർത്തെറിഞ്ഞു ബ്രിട്ടീഷുകാർ. അവന്റെ സമരത്തെ അടച്ചാക്ഷേപിച്ചു. നിലനിൽക്കാനാവാത്തവണ്ണം തകർക്കപ്പെട്ടു സാമ്പത്തികമായി. ഇവിടെ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്ത ദ്വീപുകളിൽ കൊണ്ടുപോയി അവനെ ഉപേക്ഷിച്ച കാലമുണ്ട്. നമ്മുടെ പിതാമഹന്മാരെ അവരിപ്പോഴും അവിടെയുണ്ട്. കൊണ്ടോട്ടിയിൽ നിന്ന്, മലപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവർ അവിടെ പോയി. അവന്റെ നാട്ടിന്റെ പേരവിടെ എഴുതി വെച്ച് സ്വന്തം നാട്ടിലെന്ന പോലെ ജീവിക്കുന്ന ആഗ്രഹവുമായി കഴിഞ്ഞ എത്ര പിതാക്കന്മാർ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇവിടുത്തെ മാപ്പിളമാർക്കുണ്ടായിരുന്നു. ആ മാപ്പിളയെയാണ് ഒരു പരിവർത്തനത്തിലേക്ക് CH മുഹമ്മദ് കോയ സാഹിബ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. CD സാഹിബ്, ബാഫക്കിത്തങ്ങൾ, പൂക്കോയത്തങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. മാപ്പിളയുടെ കയ്യിൽ നിന്ന്, അവന്റെ അരപ്പട്ടയിൽ നിന്ന് കത്തി വാങ്ങി അപ്പുറം ആ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞ് അവന്റെ കയ്യിൽ പേന വെച്ച് കൊടുത്തത്, അവനെ പഠിപ്പിച്ചത് അറബി ഭാഷ എന്നത് ഖുർആൻ വായിക്കാൻ കഴിയുന്ന ഉമ്മമാർക്ക് അറബി മലയാളത്തിൽ അവനെ ഈ നാടിനോട് ഇഴുകി ചേരാൻ പ്രാപ്തമാക്കിയത്. എന്തെല്ലാം ത്യാഗങ്ങൾ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ. ഏറ്റവും അപകടകരമായ ഒരു സമൂഹത്തെ വിളിച്ചിരുത്തി കൊണ്ടുവന്ന് അവനെ ക്രിയേറ്റീവായി, പ്രൊഡക്റ്റീവായി അവനെ ഒരു സമൂഹത്തിന്റെ പ്രതലത്തിലേക്ക് മാറ്റി പരിവർത്തിപ്പിക്കാൻ നീകെടുത്ത ഒരു അധ്വാനമുണ്ട്. അതൊരു ചെറിയ അധ്വാനമല്ല. ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒരുപാട് അത്യധ്വാനം അവരെ കൊണ്ടുവന്ന് നിർത്തി. അവരെ റാഞ്ചിയെടുക്കാൻ ആരൊക്കെ വന്നിട്ടുണ്ട്? ഏതെല്ലാം തീവ്ര ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് ചോദിക്കട്ടെ, കേരളത്തിലെ മുസ്ലിം പൊതുബോധം എപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്? അബ്ദുൽ നാസർ മദനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്? ISS-നും അല്ലെങ്കിൽ അതുപോലെ തന്നെ അപകടകരമായ SDPI-ക്കും പിന്തുണ പ്രഖ്യാപിച്ചത് എത്രത്തോളം എന്നറിയാമല്ലോ. ആദരണീയനായ ഇബ്രാഹിം സുലൈമാൻ സേട്ട് എന്ന് പറയുന്നത്, സേട്ട് സാഹിബ് എന്ന് പറയുന്നത് മുസ്ലിമിന്റെ ഹൃദയത്തുടിപ്പായ ഒരു മനുഷ്യൻ, അവന്റെ ആവേശമായ ഒരു മനുഷ്യൻ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വയനാട്ടിലൊക്കെ അന്ന് സേട്ട് സാഹിബ് വരുമ്പോ അദ്ദേഹത്തിന് വേണ്ടി അനൗൺസ് ചെയ്യുന്നത് കേട്ട് കരയുന്ന മുസ്ലിം സഹോദരന്മാരെ, പ്രായമായ വാപ്പമാരെ എനിക്ക് ഓർമ്മയുണ്ട്. സേട്ട് സാഹിബ് പ്രസംഗത്തിന്റെ ആരവങ്ങളിൽ ഇങ്ങനെ ഉയർന്നു വരുമ്പോ അവരിങ്ങനെ വികാരം കൊണ്ട് തള്ളവിരലിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് ഞാൻ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ആ സേട്ട് സാഹിബ് അതിവൈകാരികത പറഞ്ഞ് മുസ്ലിം ലീഗിന്റെ പടിയിറങ്ങിപ്പോയപ്പോ ആ മനുഷ്യന് തനിച്ചു പോകേണ്ടി വന്നത് നിങ്ങൾ മനസ്സിലാക്കണം. മലബാറിലെ മാപ്പിള, കേരളത്തിലെ മുസ്ലിങ്ങൾ തീവ്രവാദത്തിന്റെ പടിയിറങ്ങിപ്പോയവരല്ല. ഒരു കാലത്തും അവരെ കൊണ്ടുവരാൻ ശ്രമിച്ചവരോടൊക്കെ നോ പറഞ്ഞവരാണ്. അതിനുവേണ്ടി ഒരുപാട് അധ്വാനം മുസ്ലിം ലീഗ് ഉപയോഗിച്ചിട്ടുണ്ട്. എത്രയോ വേദികൾ കെട്ടിയിട്ടുണ്ട്, എത്രയോ പ്രസംഗങ്ങൾ നടന്നിട്ടുണ്ട്, എത്രയോ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗ് പാർട്ടി നയിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുസ്ലിം സഹോദരന്മാർ തീവ്രവാദത്തിന്റെ കൂടെ പോയവരല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അബ്ദുൽ നാസർ മദനി തോൽക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി തോൽക്കുന്നത്, അതുപോലെ തന്നെ SDPI തോൽക്കുന്നത്, PDP തോറ്റുപോയത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലാണ്.
അവിടെ മത്സരിച്ചിടത്താണ്. CPM-ന്റെ പിൻബലത്തോടെ മത്സരിച്ചിട്ട് പോലും അവരുടെ കയ്യിൽ ഒരു പഞ്ചായത്ത് പോലും കൊടുക്കാതെ കാത്തു സൂക്ഷിച്ച ഈ മാപ്പിളയെയാണ്, ഈ മുസ്ലിങ്ങളെയാണ് ഈ വിജയരാഘവനെ പോലെ, മോഹനനെ പോലെയുള്ള വൃത്തികെട്ട വർഗീയവാദികളായ സംഘിപ്പണിയെടുക്കുന്നവർ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ മാപ്പിളയുടെ പൊതുബോധത്തെ ഒരു തരത്തിലും അപകടപ്പെടാത്ത വിധം പരിരക്ഷിച്ചു കൊണ്ടുപോയ ഒരു രാഷ്ട്രീയ രീതിയെ ഏറ്റവും വലിയ വൃത്തികെട്ട ഭാഷ കൊണ്ട്, രീതി കൊണ്ട് അവർ അപകടപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് യാദൃശ്ചികമായ ഒരു സംഭവമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതൊരു യാദൃശ്ചികമായി മോഹനൻ പറഞ്ഞുപോയി. ഒരു വ്യായാമ കൂട്ടായ്മയിൽ കോഴിക്കോട് അങ്ങാടിയിൽ സ്വാഭാവികമായി മുസ്ലിങ്ങളല്ലേ കൂടുതൽ ഉണ്ടാവുക. കൊയിലാണ്ടിയിൽ അവർ മുസ്ലിങ്ങൾ കൂടുതലുള്ളത് കൊണ്ടല്ലേ ഒരു വ്യായാമ കൂട്ടായ്മ. അവിടെ 4 മുസ്ലിങ്ങൾ എക്സർസൈസ് ചെയ്യുന്നത് കണ്ടാൽ ഇതാ പാകിസ്ഥാൻ ഇടപെടുന്നു എന്ന് വിചാരിക്കുന്ന ഈ മനോരോഗം മോഹനന് എങ്ങനെയാണ് കിട്ടിയത്? അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. കുറച്ച് മുസ്ലിം പെണ്ണുങ്ങൾ, സ്ത്രീകൾ വ്യായാമം ചെയ്യാൻ വന്നാൽ ഇതെന്തോ ഈ മാപ്പിള യുദ്ധം ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് എന്ന് മോഹനന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇതെന്തു മനോവിഭ്രാന്തിയാണ്? ഇതെന്തു മാനസിക രോഗമാണ്? ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. ഒരു വിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നത് യാദൃശ്ചികമല്ല, ഇത് കൃത്യമായ പ്ലാനിംഗ് ആണ്. എന്താണ് പ്ലാനിംഗ് എന്നറിയുമോ? ഇത് RSSന്റെ അജണ്ടക്ക് തുല്യമായ ഒരു ഫാഷിസ്റ്റ് അജണ്ടയാണ്. എന്നാൽ ഇതൊരു പോസ്റ്റ് ട്രൂത്ത് കാലമാണ്. നിങ്ങൾ വെറുതെ നിങ്ങളുടെ ഗൂഗിൾ എടുത്ത് പോസ്റ്റ് ട്രൂത്ത് ഒന്ന് അടിച്ചു നോക്ക്. എന്താണ് പോസ്റ്റ് ട്രൂത്ത് സിൻഡ്രം എന്ന് പറയുന്നത്? ഒരു കളവ് പറയുക, കളവ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ആദ്യം നമ്മൾ നിഷേധിക്കും, പിന്നെ പറയും എന്തേ ഇതിങ്ങനെ പിന്നെയും കേൾക്കുന്നത്. പിന്നെ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതല്ലേ നമ്മൾ നേരത്തെ കേട്ടത്. കുറച്ചു കഴിഞ്ഞ് കേൾക്കുമ്പോൾ വിചാരിക്കും അതാ അവർ പിന്നെയും പറയുന്നു എന്തോ കാര്യമുണ്ട് എന്ന്. പറഞ്ഞൊരു നുണ പതുക്കെ സത്യമെന്ന് തോന്നിപ്പിക്കുന്ന വികാരത്തിന്റെ പേരാണ്, അല്ലെങ്കിൽ ആ ഒരു ധാരണയുടെ രീതിയുടെ പേരാണ് പോസ്റ്റ് ട്രൂത്ത് സിൻഡ്രം എന്ന് പറയുന്നത്. ഈ കളവാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നമ്മളൊരു പക്ഷേ മോഹനൻ പറഞ്ഞത് 4 ആക്ഷേപത്തോടെ വെറുതെ വിടും. എന്നാൽ കണ്ണൂരിന്റെ ഉൾഗ്രാമങ്ങളിൽ ഇപ്പോഴും ദേശാഭിമാനിയല്ലാതെ മറ്റൊരു പത്രവും രാജ്യത്ത് ഇറങ്ങുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ, പ്രേം നസീർ മരിച്ചുപോയ വിവരം പോലും അറിയാത്ത കുറെ അന്തംഗമികളായ സഖാക്കൾ ഇപ്പോഴും ഈ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾ ഇല്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? ആ സഖാക്കളെ പോലെയുള്ള ആളുകൾ കേൾക്കുന്നത് ഇതാണ്. മോഹൻ പറയുന്നതാണ്, വർഗീയരാഘവൻ പറയുന്നതാണ്, പിണറായി പറയുന്നതാണ്. ഈ പറയുന്നത് പിന്നെയും കേൾക്കുമ്പോൾ അവരുടെ മനസ്സിനകത്ത് പതുക്കെ ഒരു മുസ്ലിം വിരുദ്ധത അതിരൂക്ഷമാം വണ്ണം കയറിക്കൂടും. ഞാൻ വീണ്ടും പറയട്ടെ, ഇതൊരു യാദൃശ്ചികമായ സംഭവമല്ല. പതുക്കെ ഒരു കളവിനെ പറഞ്ഞത് സത്യമാക്കുകയാണ്. നിങ്ങളോട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഞാൻ ശ്രമിക്കുന്നത്, ഇതെപ്പോഴാണ് തുടങ്ങിയത് എന്നറിയുമോ? ഞാനൊരു പക്ഷേ ഈ ചരിത്ര മുഹൂർത്തത്തിന് കണ്ണു തുറന്ന് കാതു തുറന്ന് കേട്ട ഒരാളാണ്, കണ്ട ഒരാളാണ്. എനിക്കറിയാം 2016 സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന്റെ ചുമതല ഏൽക്കുകയാണ്. അദ്ദേഹം വരുന്ന സമയമുണ്ട്. വെറുതെ നിങ്ങളുടെ ഓർമ്മകളൊന്ന് റിവൈസ് ചെയ്യുക. അദ്ദേഹം വരുന്ന സമയമുണ്ട്. അദ്ദേഹം വരുന്നതിന് മുമ്പ് കോഴിക്കോട് നഗരത്തിൽ വന്നിരുന്നു. അവിടുത്തെ എല്ലാ മുസ്ലിം പ്രമാണിമാരെയും കണ്ട് അദ്ദേഹത്തിന് കിട്ടേണ്ടതും അത് ഏതു തരത്തിലാണോ പിന്തുണ, പ്രമാണിമാർ വരുമ്പോഴുള്ള പിന്തുണ നിങ്ങൾക്കറിയാമല്ലോ. 2 തരത്തിലുള്ള പിന്തുണ അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്. ഈ കൊയിലാണ്ടിയിൽ പിണറായി വിജയൻ സന്ദർശിച്ച സ്ഥാപനമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ആ യാത്രയിൽ ഈ കൊയിലാണ്ടി അങ്ങാടിയിൽ കടന്നു വന്ന വഴികളിലുള്ള എല്ലാ മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂഷൻസും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രാധാന്യമുള്ള ഇടങ്ങളും ഇവിടെ നിന്ന് കടക്കുമ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ മറുഭാഗത്തും ഒരേപോലെ തൃപ്തിപ്പെടുത്തി പിണറായി നടത്തിയ ഒരു യാത്രയുണ്ട്. ആ യാത്രക്ക് ശേഷം പിണറായി വിജയൻ വന്ന് ഒരു മുസ്ലിം രക്ഷക വേഷം കെട്ടി അയാൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന് NRC ആണ്. നിയമസഭയുടെ അകത്ത് NRC നാട്ടിൽ കൊണ്ടുവരാൻ പണിയെടുക്കുമ്പോഴും NRCയുടെ പേരിൽ ഒരാൾ ബഹിഷ്കൃതനാകുന്നുവെങ്കിൽ അതെന്റെ കേരളത്തിൽ നിന്നാവില്ല എന്ന പിണറായി വിജയന്റെ ആർജവത്തോടെയുള്ള പ്രസംഗം കൈയടിച്ചാണ് മലയാളം കേട്ടത്. വേറെ ചില ആളുകൾ അതിവൈകാരികതയോടെയാണ് അത് കേട്ടത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ പിണറായി വിജയനെ? അത് കഴിഞ്ഞ് പിണറായി വിജയൻ മംഗലാപുരത്ത് പോയി നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. എന്റെ പ്രസംഗത്തെ തടുക്കാൻ നിങ്ങൾക്കാവില്ല. ഞാൻ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ, സംഘപരിവാരത്തിന്റെ RSSന്റെ വാളുകൾക്കിടയിലൂടെ നടന്നു പോയവരാണ് എന്ന് പറയുന്ന മംഗലാപുരത്തെ പിണറായി വിജയന്റെ പ്രസംഗമുണ്ട്. പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിലെ ഒരു താരോദയമായി, മതേതരത്വത്തിന്റെ പ്രവാചകനായി,
അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ ചെയ്തു വച്ച വിക്രിയകളെ വളരെ പതുക്കെ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞ പി.ടി. തോമസ് ഒരിക്കല് 2019 ഞാൻ ഓർമ്മിക്കുന്നു, അദ്ദേഹം എന്റെ അടുത്ത് നിയമസഭയിൽ, അന്ന് എനിക്കാണ് ആദ്യത്തെ സ്പീച്ച് ഉള്ളത്, അന്ന് പി.ടിക്ക് സ്പീച്ച് ഇല്ല. പി.ടി പറഞ്ഞു, ഇന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയം നിയമസഭയിൽ ഉന്നയിക്കേണ്ടതുണ്ട്. ഞാൻ അദ്ദേഹവുമായി ഡിസ്കസ് ചെയ്തു, അത് ആ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് മനസ്സിലായത് 2018 ED കർത്തയുടെ ഓഫീസ് റെയ്ഡ് നടത്തി. കർത്തയുടെ ഓഫീസ് റെയ്ഡ് നടത്തിയപ്പോൾ ED കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഒന്ന്, ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് രൂപ കർത്തയുടെ ഓഫീസിൽ നിന്ന് പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ എക്സാലോജിക്കിലേക്കാണ്, ബാംഗ്ലൂരിലേക്കാണ്. രണ്ടാമത്, നിങ്ങളുടെ തൊട്ടടുത്ത് വടകരയിലുള്ള ഊരാലുങ്കൽ സൊസൈറ്റിയിലേക്കാണ് പോകുന്നത്. ചെറിയ പൈസയല്ല. രാഷ്ട്രീയ നേതാക്കന്മാർ മാത്രം അവിടെ നിന്ന് പറ്റിയ പണം 130 കോടിയാണ്. അതിൽ ഇടക്കിടക്ക് കോടികൾ വാരിക്കൊണ്ടുപോയവന്റെ പേര് PV എന്നാണ്. പിണറായി വിജയൻ എന്ന ചുരുക്കപ്പേരാണ്. ഇത് വെച്ചാണ് ഈ വാർത്ത നിയമസഭയിൽ പറയുന്നത്. 2018 റെയ്ഡിന് ശേഷം അതിനുശേഷമാണ് നിയമസഭയിൽ ഞാൻ ആ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. ഞാൻ ഉന്നയിച്ച പ്രശ്നത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. 2018 EDയുടെ റെയ്ഡ് സുവ്യക്തമായി പറഞ്ഞാൽ സഖാവ് പിണറായി വിജയനും മകളും ജയിലറയിൽ കിടക്കേണ്ട തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് ED പോകുന്നത്. അവിടെ മുതലാണ്, നിങ്ങൾ പരിശോധിച്ചോളൂ, അവിടെ മുതലാണ് പിണറായി വിജയന്റെ ചരിത്രപരമായ വ്യതിയാനം ഉണ്ടാകുന്നത്. അവിടെ മുതലാണ് ഉണ്ടാകുന്നത്. ആ സമയം മുതൽ പിണറായി വിജയൻ പിറകോട്ട് പോകാൻ തുടങ്ങി. ED പിടിച്ച സമയം മുതൽ നിങ്ങൾ ഓർക്കണം, ലാവ്ലിന്റെ കേസിന്റെ ഒരു പ്രശ്നം ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്തിൽ 164 മൊഴിയെടുത്തത്, ജഡ്ജിന്റെ മുമ്പിൽ മാത്രം എടുത്ത മൊഴിയുള്ള അത്രമേൽ ഗൗരവപ്പെട്ട സ്വർണ്ണക്കടത്തുണ്ട്. പിണറായി വിജയൻ ചെയ്തു കൂട്ടിയ അഴിമതിയുടെ ആഴം 2018 വരെ കക്കാൻ സകല സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത കേന്ദ്രം പതുക്കെ വന്ന് പിണറായിയുടെ പെഡലിക്ക് പിടിച്ചു. 2018 ശേഷമുള്ള പിണറായി വിജയൻ പിന്നീട് പണിയെടുക്കുന്നത് തന്റെ കഴുത്തും തന്റെ ശക്തിയും RSSന് അടിമയ പണിയെടുത്തുകൊണ്ടാണ് പിന്നീട് അയാൾ ജീവിക്കുന്നത്. എനിക്കറിയാം, ഭരണകൂടം വേട്ടയാടാൻ തുടങ്ങിയാൽ, സ്നേഹമുള്ളവരെ, നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ അല്ല, അത് അനുഭവിച്ച ആളാണ് ഞാൻ. ഭരണകൂടം വേട്ടയാടാൻ തുടങ്ങിയാൽ പിന്നെ നിവർന്നു നിൽക്കാൻ പ്രയാസമാണ്. കൂടം കൊണ്ട് തലക്കടിക്കും ഭരണകൂടം. തലയെങ്ങാനും ഒന്ന് കുനിച്ചാൽ പിന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത് ഉയർത്തിപ്പിടിക്കാനാവില്ല. എനിക്ക് അള്ളാഹുവിന്റെ സഹായം കൊണ്ട്, എന്റെ സഹപ്രവർത്തകന്മാരുടെ പ്രാർത്ഥന കൊണ്ട്, ഉമ്മമാരുടെ പ്രാർത്ഥന കൊണ്ട് ഈ ഭരണകൂടം 100 വട്ടം തലക്കടിച്ചപ്പെടും. ആ തല ചെരിഞ്ഞു പോകാതിരുന്നത് കൊണ്ടാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി വാങ്ങി എനിക്ക് നിൽക്കാൻ പറ്റിയത്. പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, ഇതേ ഭരണകൂടം, കേന്ദ്ര ഭരണകൂടം സഖാവ് പിണറായി വിജയന്റെ തലക്കടിക്കുകയായിരുന്നു 2018. ആ അടിയുടെ ബലത്തിൽ പിന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ തല ഉയർത്തിയിട്ടില്ല. കാരണം എനിക്ക് നിൽക്കാൻ പറ്റിയത് എന്റെ മടിയിൽ കനമില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ പിണറായി വിജയൻ RSSന്റെ മുമ്പിൽ സുക്കൂത്തായത് മടിയിൽ മാത്രമല്ല, തലയിലും മടിയിലും ദേഹത്തും മുഴുവൻ അഴിമതിയുടെ പണം ഒരു കൂട്ടി വെച്ചത് കൊണ്ടാണ് എഴുന്നേൽക്കാൻ പറ്റാതെ പോയത്. നിങ്ങൾ അവിടെ മുതൽ പരിശോധിച്ചു നോക്കിക്കോളൂ. ഈ 2018 ശേഷം കേരളത്തിൽ ഒരു ഡീപ് സ്റ്റേറ്റ് പ്രോജക്ട് അങ്ങ് പൂനെയിൽ നിന്ന് RSS വിഭാവന ചെയ്യുകയാണ്. ഞാൻ ഒരു ദീർഘമായി പ്രസംഗിച്ചു പോകല്ല, ചില കാര്യങ്ങൾ വസ്തുതാപരമായി പറയേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഡീപ് സ്റ്റേറ്റ് പ്രോജക്ട് അതിശക്തമായി RSS കേരളക്കരയിൽ നടപ്പിലാക്കാൻ സഖാവ് പിണറായി വിജയനെ തെരഞ്ഞെടുക്കുന്നത് അയാൾ തന്നെ ചെയ്ത അഴിമതിയെ പറഞ്ഞു പേടിപ്പിച്ചാണ്, അദ്ദേഹത്തിന്റെ മകളെ പറഞ്ഞു പേടിപ്പിച്ചാണ്. എന്നിട്ട് തുടങ്ങുന്ന ചില കളികളുണ്ട്. അതിലെ ആദ്യത്തെ സംഭവമാണ് നിങ്ങളുടെ അയൽപക്കത്ത് ഇവിടെ എലത്തൂരിൽ ഉണ്ടായ ട്രെയിൻ തീവെപ്പ് എന്ന് പറയുന്നത്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ഡീപ് സ്റ്റേറ്റ് പ്രോജക്ട് ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ആ എലത്തൂരിലെ ട്രെയിൻ തീവെപ്പ് നിങ്ങൾക്കൊക്കെ അറിയാലോ. ഒരു പിഞ്ചു കുഞ്ഞടക്കം 3 പേർ മരിച്ചുപോയ മഹാദുരന്തമാണ്. ഇന്ന് NIAയുടെ മുമ്പിൽ ആ കേസുണ്ട്. ആ കേസ് ഫയൽ വായിച്ചാൽ നിങ്ങൾ തമാശ കൊണ്ടോ സങ്കടം കൊണ്ടോ ചിരിക്കുകയോ കരയുകയോ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രമേ നിസ്സാരമായി കർണാടകയിലെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ കേരളത്തിലെ ഒരു ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെ ഈ പറയുന്ന RSS നടത്തിയ ഗൂഢാലോചനയായിരുന്നു ഈ പറയുന്ന എലത്തൂരിലെ ട്രെയിൻ തീവെപ്പ് കേസ് എന്ന് പറയുന്നത്. ആ ഡീപ് സ്റ്റേറ്റ് പ്രോജക്ടിന്റെ ആദ്യത്തെ പരിപാടി അതാണ്. പിന്നെയാണ് തൃശൂർ പൂരം കലക്കുന്നത്. പൂരം കലക്കുന്നതിന്റെ മറവിൽ സുരേഷ് ഗോപിയെ MP ആക്കി എടുക്കുന്നത് ഈ ഡീപ് സ്റ്റേറ്റ് പ്രോജക്ടിന്റെ ഭാഗമായി ഇവർ ചെയ്തിട്ടുള്ള അപകടകരമായ പ്രവൃത്തിയാണ്.
കരുവന്നൂർ ബാങ്ക് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കരുവന്നൂർ ബാങ്കിനെ കള്ളത്തരങ്ങൾക്കെതിരെ സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള ഒരു കാൽനട ജാഥയുണ്ട്. 1/2 കിലോമീറ്റർ നടക്കുമ്പോഴും നുരയും പിണ്ടി വന്നിട്ട് ഇയാളുടെ ഒരു കോലം യൂട്യൂബിൽ നിങ്ങൾ നോക്കിയാൽ കാണും. കരുവന്നൂർ ബാങ്ക് ശരിയാക്കാൻ വേണ്ടി പുറപ്പെട്ട സുരേഷ് ഗോപി ഇപ്പോഴും കേന്ദ്രമന്ത്രിയാണ്. പക്ഷേ കരുവന്നൂർ ബാങ്ക് കേസ് സേഫ് ആയിട്ട് അവിടെയുണ്ട്. കൊടകര ഹവാല കേസ്, ഈ ഡീപ് സ്റ്റേറ്റ് പ്രോജക്ടിന്റെ RSS CPM അജണ്ടയുടെ ഭാഗമായി ഒതുക്കി തീർത്ത കോടിക്കണക്കിന് രൂപയുടെ ഇടപാടാണ് കൊടകര ഹവാല കേസ് എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായി ഒതുക്കി തീർത്ത കേസാണ് 100% പിണറായി വിജയൻ പ്രതിയാക്കപ്പെടുമെന്ന് ഉറപ്പുള്ള ലാവ്ലിൻ കേസ്. 40ാമത്തെ തവണയും സുപ്രീം കോടതിയുടെ ചരിത്രത്തെ അട്ടിമറിച്ച് ഇപ്പോഴും മാറ്റിക്കൊണ്ടേയിരിക്കുന്നത്. കൃത്യമായി, വളരെ കൃത്യമായി ഈ ഡീപ് സ്റ്റേറ്റ് പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് ബെഹ്റ. നിങ്ങൾ മനസ്സിലാക്കണം, ബെഹ്റ ഈ രാജ്യത്തിലെ ലോക്നാഥ് ബെഹ്റ DGPയുടെ പണി കഴിഞ്ഞ് തിരിച്ചു പോകേണ്ട ബെഹ്റ. എന്നാൽ കൊച്ചി മെട്രോയുടെ തലപ്പത്ത് കയറി ഇരിക്കുന്നത് ഒരിടതുപക്ഷ മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോഴാണ്. നിങ്ങൾ മനസ്സിലാക്കണം, പാലക്കാട്ടിലെ ഒരു പിഞ്ചു കൊന്നിനെ വെടിവെച്ചു കൊന്നു എന്ന് ഇവിടുത്തെ CPM-കാരൻ 1000 വട്ടം പ്രസംഗിച്ച രമൺ ശ്രീവാസ്തവ. ആ രമൺ ശ്രീവാസ്തവയെ കേരളത്തിലെ ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിയുടെ ഉപദേശകനാക്കി നിർത്തുന്നത് തീരുന്നില്ല. 2-3 ദിവസം മുമ്പ് നിങ്ങൾ കണ്ടല്ലോ അജിത്ത്. ആരാണ് അജിത്ത്? ഒരുപാട് കേസുകൾ അജിത്ത് ഉണ്ടാക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ അവിഹിത സ്വത്ത് സമ്പാദനത്തിന്റെ തെളിവുകൾ പുറത്തു വന്നത്. കൊലപാതക കേസിൽ പോലും പ്രതിയെന്ന് പരസ്യമായി അൻവർ പറഞ്ഞ അജിത്ത്, സ്വർണ്ണക്കടത്തിന്റെ പിറകിൽ, ഹവാല കേസിന്റെ പിറകിൽ ഏറ്റവും വലിയ ക്രിമിനലായി നിൽക്കുന്ന അജിത്ത് എന്ന് പറയുന്ന മനുഷ്യനെ ADGP-യെ DGP ആക്കാൻ വേണ്ടി അവസാനം ശുപാർശ ചെയ്ത സമയം ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് പ്രോജക്ടിന്റെ ഭാഗമാണ്. അവിടെയും തീരുന്നില്ല. മലപ്പുറം ജില്ല നിങ്ങൾക്കറിയാലോ, മലപ്പുറം ജില്ല പോലെ ഈ മലപ്പുറം ജില്ലയില് ആളുകള് ആ ജില്ലയെ കുറിച്ച് പറയാറുണ്ട്. തെക്കൻ ജില്ലകളിൽ നിന്നൊക്കെ വന്നവരുടെ അനുഭവം പറയാറുണ്ട്. അവർ മലപ്പുറത്ത് വന്നിറങ്ങും, സ്ഥലം മാറ്റം കിട്ടിയിട്ട് വരികയാണ്. വരുമ്പോൾ അവർ വായിച്ച കുറെ കഥകളുണ്ട്. ബേജാറായിട്ടാണ് മലപ്പുറത്ത് വന്നിറങ്ങുക. കോട്ടക്കലിലാണ് ബസ് ഇറങ്ങുന്നത്. ഇറങ്ങിയപ്പോ ചോദിച്ചു, ഇതേതാ സ്ഥലം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു പേര് ചങ്കുവെട്ടിയാണ്. ഉള്ള അവന്റെ ഏതാറും കൂടി ഒന്നുകൂടി കൂടി ചങ്ക് വെട്ടുന്ന സ്ഥലമാണ്. അപ്പോഴാണ് അമ്മ വിളിക്കുന്നത്. അമ്മനോട് സംസാരിക്കുക പതുക്കെ. അത്രേ, അമ്മേ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. അതൊക്കെ ഫോൺ അമർത്തുന്നതാണ്. പേടിച്ചിട്ടാണ് വന്നിറങ്ങുന്നത്. ആ മനുഷ്യൻ കുറച്ചു കഴിയുമ്പോ അമ്മയെ കുട്ടി മലപ്പുറത്തേക്ക് വരും, കൂട്ടുകാരെ കുട്ടി മലപ്പുറത്ത് വരും. അവസാനം മലപ്പുറത്ത് നിന്ന് തിരിച്ചു പോകാതെ അവിടെ പാർപ്പാക്കിയ എത്ര അധ്യാപകന്മാർ, എത്ര ഉദ്യോഗസ്ഥന്മാർ മലപ്പുറം ജില്ലയിലുണ്ട്. സ്നേഹമുള്ള പ്രദേശമാണ് അവിടെ, ഇഷ്ടവും മനുഷ്യർ തമ്മിലുള്ള ഐക്യവുമുള്ള പ്രദേശമാണ് അവിടെ. കേരളത്തിലെ മറ്റു ജില്ലകളെ എടുത്തു നോക്കിയാൽ താരതമ്യേന സൗഹൃദമുള്ള ഇടമാണ് അവിടെ. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് ഉള്ള ഒരു ഡിസ്ട്രിക്റ്റായി മലപ്പുറം ജില്ലയെ മാറ്റുന്നത് ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് എന്ന് അത് ചെയ്യിക്കുന്നത് അജിത്ത് എന്ന് പറയുന്ന SP-യെ കൊണ്ട്, മോഹനൻ എന്ന് പറയുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ ഒത്താശയോടുകൂടെ ഈ പറയുന്ന അജിത്ത് എന്ന് പറയുന്ന DGP-യുടെ ADGP-യുടെ ഒത്താശയോടെയാണ്. നിങ്ങൾ തീരുന്നില്ല സ്നേഹമുള്ളവരെ. എന്നിട്ട് ഈ കണക്കുകൾ ആരുണ്ടാക്കിയ കണക്ക്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടാക്കിയ കണക്ക്, ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ ഉണ്ടാക്കിയ കണക്ക്, ADGP അജിത്ത് ഉണ്ടാക്കിയ കണക്ക്, അജിത്തിന്റെ അരുമശിഷ്യൻ സുജിത്ത് ഉണ്ടാക്കിയ കണക്ക്, ഈ സുജിത്തിന് പിന്തുണ കൊടുത്ത് മോഹനൻ എന്ന് പറയുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറി കൂടെ നിന്ന കണക്ക്. ഈ കണക്ക് നിഷ്കളങ്ക ഭാവേന ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ പോയി ഹിന്ദു പത്രത്തിന് അഭിമുഖം കൊടുക്കുന്ന പിണറായി വിജയന്റെ അഭിമുഖം പോലും ഡീപ് സ്റ്റേറ്റ് പ്രോജക്ടിന്റെ ഭാഗമായി വന്നതാണ്. ഇനി ഒന്നുകൂടെ ഞാൻ ചോദിക്കട്ടെ, പാലക്കാട്ടിൽ ഗംഭീരമായ ഒരു ജയം, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അതിഗംഭീരമായ ഒരു ജയം നടത്തി. അവിടെ ഏറ്റവും ഗംഭീരമായി ഷാഫിക്ക് കിട്ടിയതിനേക്കാൾ അതിന്റെ എത്രയോ ഇരട്ടി ഭൂരിപക്ഷം അവിടെ വാങ്ങുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 പത്രസമ്മേളനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ്. വായിച്ചു നോക്കിക്കോളൂ പത്രമെടുത്ത്. ഒന്ന് CPM-ന്റേത്, മറ്റൊന്ന് സുരേന്ദ്രൻ BJP-യുടേത്. രണ്ടിലും തലക്കെട്ടിന്റെ വാചകം BJP നടത്തുന്ന പത്രസമ്മേളനം, CPM നടത്തുന്ന പത്രസമ്മേളനം എന്നാണ്. വാചകം ഒരുപോലെ. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ, യൂത്ത് കോൺഗ്രസിന്റെ, UDF-ന്റെ സ്ഥാനാർത്ഥി ജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെയും PDP-യുടെയും വോട്ട് കൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കണം, പാലക്കാട് നിയോജക മണ്ഡലം മുഴുവൻ എടുത്തു തപ്പിയാൽ 1000 വോട്ട് തികച്ചെടുക്കാനില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ PDP-യുടെ തലയിലേക്ക് അതിഗംഭീരമായ ഒരു ജയത്തെ മാറ്റി നിർത്താൻ CPM-കാരന്റെയും അതുപോലെ തന്നെ BJP-യുടെയും ഭാഷ്യം ഒന്നാകുന്നതിന്റെ രാഷ്ട്രീയം എന്താണ്?
ഇതെന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്? നിങ്ങൾ ഈ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ ആസൂത്രിതമായ സ്റ്റേറ്റ്മെന്റുകൾ, AK ബാലന്റെ സ്റ്റേറ്റ്മെന്റ്, മോഹനം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, വർഗീയ രാഘവൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, അതിനെ എൻഡോസ് ചെയ്യുന്ന ശ്രീമതി ടീച്ചറുടെ സ്റ്റേറ്റ്മെന്റ്, അത് കഴിഞ്ഞിട്ട് അതിനെ എൻഡോസ് ചെയ്യുന്ന ഗോവിന്ദന്റെ സ്റ്റേറ്റ്മെന്റ്, ഇത് മുഴുവൻ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് പിണറായി വിജയന്റെ ഗ്രൂപ്പാണ്. ഇതിനകത്ത് MA ബേബി വളരെ വസ്തുതാപരമായി അതിനെ നിഷേധിക്കുന്ന തരത്തിൽ സംസാരിക്കുകയുണ്ടായി. അവർ പറഞ്ഞില്ല, ഈ വാക്കുകൾ മുഴുവൻ പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയന്റെ ഗ്രൂപ്പാണ് എന്ന് മാത്രമല്ല, പിണറായി വിജയന്റെ സാമ്പത്തിക ക്രിമിനലിസത്തിന് അതേപോലെ പിന്തുണ കൊടുക്കുന്നവരാണ്. അതേപോലെ പിന്തുണ കൊടുക്കുന്നവർ. ഞാൻ മോഹനം മാഷോട് ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്ന ഒരു ആശങ്കയുണ്ട്. എന്താണ് ആശങ്ക എന്നറിയോ നിങ്ങള്? ഇതാ മുസ്ലിങ്ങൾ ഇവിടെ എക്സർസൈസ് ചെയ്ത് തീവ്രവാദം ഉണ്ടാക്കാൻ പോകുന്നു. ഒന്ന്. രണ്ടാമത്, എങ്ങാനും ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിച്ചാൽ നമ്മൾ പാവം ഹിന്ദുക്കളല്ലേ ഒരു ആദ്യം വേട്ടയാടുക എന്ന ആശങ്ക. രണ്ടാമത്, നിങ്ങളുടെ വർഗീയ രാഘവൻ പറഞ്ഞ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിക്കുന്നത് മുസ്ലിം വർഗീയ വോട്ടുകൾ കൊണ്ടാണ് എന്ന് പറയുന്നത്. ഈ സമയം സന്ദർഭം ഏതാണെന്ന് സാമാന്യ യുക്തിബോധമുള്ള ഇടതുപക്ഷ പ്രവർത്തകരോട് ഞാൻ ചോദിക്കട്ടെ. ഇത് ഏത് സ്വാഭാവികതയാണ്? ഏത് സമയത്തറിയങ്ങള്? ഉത്തരേന്ത്യയല്ല, ഇന്ത്യ മുഴുക്കെ പള്ളികളുടെ അടിയിൽ വിഗ്രഹങ്ങൾ ഉണ്ട് എന്ന് പറയുകയും പ്രാദേശിക കോടതികളിൽ പോയി സർവേക്ക് ഉത്തരവ് വാങ്ങുകയും പ്രതിരോധിക്കാൻ വരുന്നവരെ മുഴുവൻ വെടിവെച്ചിടുകയും ചെയ്യുന്ന 2024 മുസ്ലിങ്ങൾ അപകടകരമായി നീങ്ങുന്നു എന്ന് നിങ്ങൾ പറയുന്നത്. ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളുടെ വീടുകൾ, അവരുടെ കെട്ടിടങ്ങൾ ബുൾഡോസ് ചെയ്യുന്ന 2024 മിസ്റ്റർ മോഹനൻ, നിങ്ങൾക്ക് കോഴിക്കോട് അങ്ങാടിയിൽ ഈ ആശങ്കയുണ്ടാവുന്നത്. നീതി കിട്ടേണ്ട ന്യൂനപക്ഷ സമൂഹത്തിന് പലപ്പോഴും ജുഡീഷ്യറിയിൽ നിന്ന് മനഃപൂർവ്വം നീതി നിഷേധിക്കപ്പെടുന്ന, മൗനം പാലിക്കപ്പെടുന്ന ഒരു 2024 നിങ്ങൾ ഈ ആശങ്കപ്പെടുന്നത്. ഇന്ത്യയുടെ പട്ടാളത്തിലേക്കും പോലീസിലേക്കും അപകടകരമാം വിധത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ പൂർണ്ണമായി തിരസ്കരിക്കുന്നു എന്ന വാർത്ത രാജ്യം മുഴുവൻ പരക്കുന്ന ഒരു കാലത്താണ് നിങ്ങൾ ഈ ആശങ്ക കോഴിക്കോടങ്ങാടിയിൽ പറയുന്നത്. ഇന്ത്യയിലെ MP-മാരും ഇന്ത്യയിലെ MLA-മാരും ഇന്നുവരെ കാണാത്ത വിധം RSSകാർ മറ്റു മതത്തെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്ന 2024 മോഹന നിങ്ങൾ ഇത് കോഴിക്കോടങ്ങാടിയിൽ സംസാരിക്കുന്നത്. പ്രതിഷേധിക്കുന്നവരെ UAPA ചുമത്തിയിട്ടൊന്നല്ല 10 ഈ മലയാളക്കരയിലുള്ളവരടക്കം ആയിരങ്ങൾ ജയിലിന്റെ ഇരുട്ടറയിൽ കുടുംബത്തെ കാണാതെ, മക്കളെ കാണാതെ കഴിയുന്ന 2024 നിങ്ങൾ ഈ പ്രസംഗം നടത്തുന്നത്. മോഹന, നിങ്ങൾ മനസ്സിലാക്കണം, ഭരണകൂടം ആസൂത്രിതമായി ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന 2024 മോഹന നിങ്ങൾ ഈ സ്വപ്നം ഇവിടെ കാണുന്നത്. ഈ സമയത്താണ് മോഹനൻ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിക്കുമെന്നും അങ്ങനെ ഭരിക്കുമ്പോൾ ഞങ്ങളായ ഹിന്ദുക്കളെയൊക്കെ വേട്ടയാടുമെന്നും സ്വപ്നത്തിൽ ഞെട്ടി ഉണരുന്നത്. ഇതെന്തു സ്വപ്നമാണ് എൻ്റെ മോഹന? നമ്മൾ കേട്ടിട്ടുണ്ട്, പുഴയുടെ അക്കരെ എന്നൊരു പട്ടി കുറച്ചപ്പോ ഇപ്പുറത്തിരുന്ന് പേടിക്കാൻ ഒരാള്. അപ്പൊ ആരോ ചോദിച്ചു, അല്ല പുഴയുടെ അക്കരല്ല പട്ടി? അപ്പൊ ഇവൻ പറയാത്രേ, അത് എനിക്ക് പറയാം, ഈ പുഴയിലെ വെള്ളങ്ങാനും പട്ടി അവിടുന്ന് നടന്നു വന്ന് എന്നെ കടിച്ച അങ്ങനെ ഉണ്ടാവുന്നതാണ്. എൻ്റെ മോഹന, കേരളത്തിൽ 3000 മെമ്പർഷിപ്പുള്ള ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിക്കുന്നു, നീ അടക്കമുള്ള ഹിന്ദുക്കളെ ആക്രമിക്കുന്നു എന്ന് പറയുന്നത് എൻ്റെത് പൊട്ടത്തരല്ല, അത് RSSനെ പോലും നാണിപ്പിക്കുന്ന വർഗീയതയാണ് എന്ന് ആർക്കാണ് RSSകാരനായ കമ്മ്യൂണിസ്റ്റുകാരാ തിരിച്ചറിയാത്തത്? അമിത്ഷാ ഹിന്ദിയിൽ പറയുന്നത് നിങ്ങൾ മലയാളത്തിൽ പറയുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അമിത്ഷാ പറയുന്ന വർഗീയത ഹിന്ദിയിലും വർഗീയ രാഘവനും മോഹനനും പറയുന്ന വർഗീയത മലയാളത്തിലുമാണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. യോഗി ആദിത്യനാഥൻ ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ സഖാവ് പിണറായി വിജയൻ കേരളത്തിൽ നടപ്പിലാക്കുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. BJPയുടെ പ്രസിഡന്റായിട്ട് ഒരു പേരിന് സുരേന്ദ്രൻ ഉണ്ടു എന്നുള്ളൂ, ആ പദ്ധതിയൊക്കെ നടപ്പിലാക്കുന്നത് സഖാവ് പിണറായി വിജയനാണ് എന്നതുമാണ് ഇതിന്റെ ആത്യന്തികമായ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരിക്കൽ സന്ദീപ് വാര്യരെ കണ്ടപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു നിങ്ങളെന്താ CPM-ലേക്ക് പോകാത്തത്? അയാൾ പറഞ്ഞു, ഷാജി ഒരു ചേഞ്ച് വേണ്ടെന്നാണ്, ഒരു ചേഞ്ച് വേണ്ടെന്നാണ്. RSSൽ നിന്ന് വന്ന് BJPയിലേക്കല്ലേ CPM-ലേക്ക് പോയാൽ എന്താണ് ചേഞ്ച്? എന്താണ് സന്ദീപ് വാര്യർ ചോദിക്കുന്നത്? നിങ്ങൾ ഒരു വ്യത്യാസവും ഇല്ലാതായിരിക്കാൻ ഒരേപോലെ. എന്നാൽ ഹൃദയത്തിനകത്ത് എഴുതി വെച്ചോളൂ CPM-കാരാ, ഈ കളി നിങ്ങൾക്ക് അപകടമാണ്, നിങ്ങൾക്ക് നഷ്ടമാണ്. RSSകാരൻ നുഴഞ്ഞു കയറുന്നത് ഇന്ന് CPM-നകത്തേക്കാണ്. തിരുവനന്തപുരത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ജോയ് പറയുന്നുണ്ട്,
ജോയി ഒരു ഉളുപ്പില്ലാതെ പറയാണ്. എന്താ പറയണ അറിയോ? ആ ഏരിയ സെക്രട്ടറി പതുക്കെ പതുക്കെ RSSലേക്ക് പോകുന്നത് ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കാൻ നിങ്ങളുടെ ഏരിയ സെക്രട്ടറിമാരും നിങ്ങളുടെ ഭാരവാഹികളും CPM-ലേക്ക് പോവാൻ. സഖാവ് പിണറായി വിജയ, വയനാട്ടിലെ തെരഞ്ഞെടുപ്പിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങള് അവർ തീവ്രവാദ വോട്ടാണ്, അതാണ് പ്രിയങ്ക ഗാന്ധിക്ക് കൊടുത്തത് എന്ന് പറയണില്ലേ നിങ്ങള്? എന്നാൽ ആ വയനാട് തെരഞ്ഞെടുപ്പിൽ നിന്റെ കണ്ണു തുറക്കേണ്ട മറ്റൊരു വാർത്തയുണ്ട്. എന്താണെന്നറിയോ? വയനാട്ടിലെ 175 ബൂത്തുകളിൽ രണ്ടാമതെത്തിയത് RSS ആണ്. വയനാട് എന്റെ മണ്ണാണ്, ഞാൻ ജനിച്ചു വളർന്ന മണ്ണാണ്. ഇവിടെ എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് വയനാട്. ആ ചുരമൊന്ന് കയറാൻ എല്ലാ ശനിയും ഞായറും ഒക്കെ പലരും കയറും. ചുരമൊന്ന് കയറുമ്പോൾ നിങ്ങളുടെ മനസ്സൊന്ന് തണുക്കാറുണ്ട്. ശരീരത്തില് അങ്ങ് ലക്കിടി എത്തുമ്പോൾ ഒരു കാറ്റുണ്ട്. ആ കാറ്റൊരു വെറും പ്രകൃതിയുടെ കാറ്റല്ല, എന്റെ നാടായതുകൊണ്ട് പറയുകയല്ല. വയനാട്ടിലെ ആ തണുപ്പ്, ആ സൗന്ദര്യം അവരുടെ ജീവിതത്തിലുമുണ്ട്. രാഷ്ട്രീയ സംഘർഷങ്ങൾ വയനാട്ടിൽ ഉണ്ടാവാറില്ല. അവിടങ്ങളിൽ മതത്തിന്റെ പേരിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാവാറില്ല. ഒരു മിതത്വമുള്ള മനുഷ്യന്മാരും അവരുടെ രീതികളുമാണ് വയനാട്ടിൽ ഉണ്ടായിരുന്നത്, ഇപ്പോഴും ഉണ്ടാവുന്നത്. അവിടെയാണ് 175 ബൂത്തുകളിൽ രണ്ടാമത്തെ കക്ഷിയായി RSS വരുന്നത്. ഒരു വയനാട്ടുകാരൻ എന്ന നിലക്ക് അതൊരു ആശങ്കയോടുകൂടി കാണുന്നവരാണ് ഞാൻ. CPM തോൽക്കുന്നു എന്നത് സന്തോഷമുള്ള കാര്യമായി ഞങ്ങൾ കാണുകയല്ല. ഞാൻ ചോദിക്കട്ടെ, വയനാട്ടിലെ RSSന്റെ ഇത്തവണത്തെ പ്രിയങ്ക ഗാന്ധിയുടെ എതിർ സ്ഥാനാർത്ഥി ആരാണ്? നിങ്ങൾക്ക് ഒറ്റയടിക്ക് പറയാൻ കഴിയോ? പറയാൻ കഴിയുന്ന ഒരു BJP നേതാവല്ല. കോഴിക്കോട്ടെ ഒരു കൗൺസിലർ, ഒരു കോർപ്പറേഷനിലെ കൗൺസിലർ. CPM-ന്റെ സ്ഥാനാർത്ഥി അങ്ങനെയല്ലല്ലോ, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി അങ്ങനെയല്ലല്ലോ. CPI-കാരനായ മൊഗേരിയാണ്, സത്യൻ മൊഗേരിയാണ്. ആർക്കറിയാത്തത്? എല്ലാവർക്കും അറിയാം. എത്ര തവണ MLA, എത്ര സാധുവായ മനുഷ്യൻ. എനിക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരു സുഹൃത്തു കൂടിയാണ് ആ മനുഷ്യൻ. അയാളല്ലേ മത്സരിച്ചത്? സത്യൻ മൊഗേരി മത്സരിക്കുമ്പോ ആ സത്യൻ മൊഗേരിയോട് മത്സരിക്കുന്ന അവിടുത്തെ BJP-കാരി, പേര് പറയാൻ പോലും നമ്മുടെ നാവിൽ വരാൻ അത്രമേൽ വലിയ നേതാവല്ലാത്ത ഒരാൾ മത്സരിച്ചിട്ട് വയനാട്ടിലെ 175 ബൂത്തിലടക്കം നിങ്ങൾ പിറകോട്ട് പോയെങ്കിൽ എവിടെയാണ് അപകടമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അപകടം ഇതാണ്. ആളുകൾ വിചാരിക്കുന്നത് എന്തിനാണ് ഒറിജിനൽ BJP ഉള്ളപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് BJP-യിലേക്ക് പോകുന്നത് എന്നതുകൊണ്ടാണ് CPM-കാര നിന്നെ അവർ തെരഞ്ഞെടുക്കാത്തത്. ഒറിജിനൽ BJP ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഡ്യൂപ്ലിക്കേറ്റ് BJP? പിന്നെ എന്തിനാണ് ഡ്യൂപ്ലിക്കേറ്റ് RSS? നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ എടുക്കുന്ന സ്പേസ് എന്താണെന്നറിയോ? ഈ നാട്ടിലെ സംഘപരിവാരത്തിന്റെ സ്പേസ് ആണ്. അതുകൊണ്ട് അത് തിരിച്ചറിയൽ അനിവാര്യമാണ്. നിങ്ങൾ ഭരണം കൊണ്ട് ആകെ തകർന്ന ഒരു രാഷ്ട്രീയം, നിങ്ങൾക്ക് പറയാൻ ഒന്നുമില്ല. ഇന്ന് ഇതാ പ്രഖ്യാപിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി, വയനാട് പാക്കേജ് നാളെ പ്രഖ്യാപിക്കും. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കേട്ട വാർത്തയാണ്. നിങ്ങൾ ഒരു പക്ഷേ ഈ യോഗത്തിനിടയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. വയനാട് പാക്കേജ് നാളെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും. ഞാൻ വയനാട്ടുകാരനാണ്, നിങ്ങൾക്കറിയാലോ എന്തുമാത്രം ദുരന്തമാണ് അവിടെ ഉണ്ടായത്. ഏതെല്ലാം തരത്തിൽ പ്രതിരോധിക്കാനാണ് മനുഷ്യർ ശ്രമിച്ചത്. ഒരു പാക്കേജ് ഈ നിമിഷം വരെ പ്രഖ്യാപിച്ചിട്ടില്ല. നാളെ പ്രഖ്യാപിക്കുമ്പോഴും വയനാട്ടില് 1 ഏക്കർ പോലും നിങ്ങൾ അക്വയർ ചെയ്തിട്ടില്ല. കേസുള്ള ഭൂമി അപ്പുള്ളത്. പിന്നെ ഈ പദ്ധതി എവിടെയാണ്? ആകാശത്ത് പ്രഖ്യാപിക്കുവോ? നാളെ നിങ്ങൾ വീട് കൊടുക്കുമെന്ന് പറയും, സ്കൂൾ ഉണ്ടാക്കുന്നു പറയും. എവിടെ? ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം വരെ അവിടെ 1 ഏക്കർ ഭൂമി അക്വയർ ചെയ്തിട്ടില്ല. എവിടെ ഞങ്ങൾ പ്രഖ്യാപിക്കുക? എത്ര മനുഷ്യർ മരിച്ചതാണ്? എത്ര മനുഷ്യർ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്തെല്ലാം സങ്കടങ്ങൾ ഉണ്ടായി അവിടെ. ഒരു ദിവസം നേരം ഇരുട്ടി വെളുക്കുമ്പോഴേക്കും അവിടെ ഉള്ള ആളുകൾ അങ്ങ് നിഷ്പ്രഭമായി ഇല്ലാതെ പോവുകയാണ്. അവരുടെ കൈയും കാലും തലയും ഒക്കെ പെറുക്കിയെടുത്തത് കിലോമീറ്ററുകൾ അപ്പുറത്ത് നിലമ്പൂരിലെ ആ പുഴയിൽ നിന്നാണ്. എത്ര മനുഷ്യർ! എന്റെ ചെറുപ്പകാലം മുതൽ ഞാൻ പോകുന്ന ഇടമാണ്. എനിക്ക് പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ഒരു 10-30 പേർ മരിച്ചുപോയവരുടെ കൂട്ടത്തിലുണ്ട്. യൂത്ത് ലീഗുകാരായി, യൂത്ത് കോൺഗ്രസുകാരായി, അവിടുത്തെ പൊതുപ്രവർത്തകരായ ആളുകൾ. എത്ര പേർ നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇതുവരെ? ഏതെല്ലാം സംഘടനകൾ വീട് പ്രഖ്യാപിച്ചു? എന്നിട്ട് നിങ്ങൾ ഓർത്തു നോക്കണം, അന്ന് ഞാൻ ആ ദുരന്ത ഭൂമിയുടെ അകത്ത് നിന്ന് പറഞ്ഞു. നിങ്ങൾ പറയും ദുരന്തമുണ്ടാകുമ്പോൾ ഇതാണോ പറയേണ്ടത് ഷാജി എന്ന്. എന്നിട്ടും ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ കളിക്കാൻ പോണ രാഷ്ട്രീയമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കട്ടെ, കോടിക്കണക്കിന് ഉറുപ്പിക ചെലവാക്കിയിട്ട് 2 വാർഡിൽ നടത്തിയ സർവേയിൽ നിങ്ങൾ എന്താണ് 2 തവണ പേരു ചേർത്ത ക്രമക്കേട് 70-ലധികം ആളുകളുണ്ട്. ആലോചിച്ച് നോക്കണം. ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയില്ല. ആ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ടാണ് നിങ്ങൾ പാക്കേജ് പ്രഖ്യാപിക്കുന്നത്. നാളത്തെ പാക്കേജ് പ്രഖ്യാപനം കഴിയട്ടെ, അപ്പോൾ അറിയാം എന്താണ് വയനാട്ടിൽ നിങ്ങൾ കളിക്കുന്ന ഈ പണം കൊണ്ടുപോലും കളിക്കുന്ന കള്ളക്കളി എന്ന്. അവിടെ ചെയ്യാമായിരുന്ന കുറെ കാര്യങ്ങളുണ്ട്. മുസ്ലിം ലീഗിന്റെ കയ്യിൽ പൈസയുണ്ട്,
100 വീട് കൊടുക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. മൊത്തം ആളുകൾ പറഞ്ഞത് 600 ചില്ലാനും വീടുകളാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊക്കെ ഇവിടെ ഈ പരിസരത്ത് ഈ കടലിനോട് ചേർന്നൊക്കെ ജീവിക്കുന്ന ആളുകളല്ലേ. ഈ പരിസരത്തൊക്കെ ദുരന്തങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, നമ്മൾക്കൊക്കെ ഈ ഭൂമിയിൽ എന്താണ് ഒരു ഉറപ്പുള്ളത്? അവിടെ കിടന്ന മനുഷ്യരും അവർ അവിടെ സേഫാണെന്ന് വിചാരിച്ച് നിന്നവരല്ലേ. നിങ്ങളൊക്കെ നികുതി കൊടുക്കണില്ലേ? എന്തിനാ നികുതി കൊടുക്കുന്നത്? എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഇവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കിയാൽ അതിന്റെ സ്ക്വയർ ഫീറ്റ് അളന്ന് നികുതി പഞ്ചായത്ത് വാങ്ങും. നിങ്ങളൊരു ഭൂമി വാങ്ങിയാൽ ആ ഭൂമിയുടെ സെന്റ് അനുസരിച്ച് നികുതി വില്ലേജ് വാങ്ങും. എന്തിനാ ഈ നികുതി വാങ്ങുന്നത്? നികുതി ഈ രാജ്യം കൊടുക്കുന്ന ഒരു ഉറപ്പാണ്. നിങ്ങളുടെ 1000 സ്ക്വയർ ഫീറ്റ് വീടിനും 2000 സ്ക്വയർ ഫീറ്റ് വീടിനും 1 ഏക്കർ ഭൂമിക്കും രാജ്യം തരുന്ന ഉറപ്പാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ അതിരുമാന്താൻ വേറെ ഒരാൾ വരുമ്പോൾ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ പോകുന്നത്, എൻ്റെ അതിരൊന്ന് തിരിച്ചു തരണമെന്ന് പറയുന്നത്. നിങ്ങളുടെ ഭൂമിയുടെ അതിര് തീരുമാനിക്കുന്നത് വില്ലേജാണ്. കാരണം നിങ്ങൾ നികുതി കൊടുത്ത് നിന്റെ ഭൂമിയുടെ ഉറപ്പ് വാങ്ങുന്നത് വില്ലേജിൽ നിന്നാണ്. ഈ പറയുന്ന പ്രദേശത്ത് 1 ഏക്കർ ഉള്ളവരുണ്ട്, 5 സെന്റ് ഉള്ളവരുണ്ട്. ഒരു രാത്രിയിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയാൽ 1 ഏക്കറിന് നികുതി കിട്ടിയവന്റെ ഉറപ്പെന്താണ്? നിങ്ങൾ എല്ലാവർക്കും 5 സെന്റാ കൊടുക്കണത്? എല്ലാവർക്കും 1000 സ്ക്വയർ ഫീറ്റാ കൊടുക്കണത്? ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീട് വെച്ചവൻ ഒരു രാത്രിയിലെ അവന്റെതല്ലാത്ത കാരണം കൊണ്ട് ദുരന്തത്തിനിരയായാൽ അവൻ പാർക്കേണ്ടത് 1000 സ്ക്വയർ ഫീറ്റിലാണോ? പിന്നെ എന്തിനാണോ സർക്കാർ നികുതി വാങ്ങുന്നത്? എന്തിനാ ഗവൺമെന്റ് നികുതി വാങ്ങുന്നത്? ഈ നികുതിയുടെ ഉറപ്പെന്താണ്? എന്താണ് അതിൽ ജനങ്ങളോട് പറയാനുള്ള ഒരു ഉറപ്പ്? നിങ്ങളുടെ പാക്കേജ് വരട്ടെ. ഇന്ന് നാളെ പ്രഖ്യാപിക്കുന്ന പാക്കേജ് ഈ ഭൂമിയിൽ ഒരിടം പോലും നിങ്ങളുടെ കയ്യിൽ ഇല്ലാതെയാണ്. കാപട്യം. ഇന്നലെ ഒരു വാർത്ത കണ്ടോ നിങ്ങൾ? ഞാൻ നടന്നു തോന്നുന്നു, പെയിൻ ആൻഡ് പാലിയേറ്റീവില് വലിയ വിപ്ലവം നടക്കാൻ പോവാൻ. ഇവിടെ നിങ്ങൾ പറഞ്ഞല്ലോ, പെയിൻ ആൻഡ് പാലിയേറ്റീവില് വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ. സർക്കാരിന്റെ ഒരു തട്ടിപ്പിന്റെ ഊക്ക് പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. മെനഞ്ഞാന്ന് കഴിഞ്ഞ ആഴ്ചയിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ ഒരു മീറ്റിംഗ് സർക്കാർ വിളിച്ചു കൂട്ടി. എന്നിട്ട് വലിയ വാർത്തയാണ്, ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവിനെ ഇനി ഓൺലൈൻ ആക്കാൻ പോവാണ്. എന്താ ഓൺലൈനിൽ അറിയങ്ങള്? ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവില് രോഗികളായ ആളുകൾക്ക് ഇനി വെബ്സൈറ്റിൽ കയറിയിട്ട് ഡിമാൻഡ് ചെയ്യാം. അവർക്ക് ഉടനെ സഹായത്തിച്ചു കൊടുക്കും. ആര് സഹായത്തിച്ചു കൊടുക്കും? നിങ്ങളുടെ നാട്ടിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് അവര് സഹായത്തിച്ചു കൊടുക്കും. ആര്? സർക്കാരിന്റെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് അല്ല, അവരുടെ കയ്യിൽ ഒരു ചുക്കൂല്ല. ഉള്ളത് നിങ്ങളുടെ നാട്ടിലെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവിനെ ഈ വെബ്സൈറ്റ് പറയും. എന്നിട്ടോ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം. ഇവരെ പണി എന്താണ്? ആളെ പറഞ്ഞിരുന്ന മേശരി പണി. ഓരോ കയ്യിലുള്ള എന്താ നിങ്ങൾ ഒരു വെബ്സൈറ്റ് പണി ആരെടുക്കണം? നാട്ടിലെ പെയിൻ ആൻഡ്. എങ്ങനെയാണോ ഈ നാട്ടില് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഉണ്ടായത്? എങ്ങനെ ഉണ്ടായത്? രോഗികളെ ശുശ്രൂഷിക്കാൻ സർക്കാരിന്റെ കയ്യിൽ സംവിധാനമില്ല. ബദലുകൾ ഉണ്ടായി. കൊയിലാണ്ടിയിലെ കുറച്ചുപേർ ചേർന്നിരുന്നു, നന്ദിയിലെ കുറച്ചുപേർ ചേർന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ഈ നാട്ടിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്, സഹായിക്കണം. ഖത്തർ KMCC, ദുബായ് KMCC, നാട്ടിലെ ബിസിനസ്സുകാർ, കച്ചവടക്കാർ, ഓട്ടോറിക്ഷ ഓടിക്കുന്നവൻ, ഇവനെല്ലാം അവന്റെ കയ്യിലെ പണമെടുത്ത് ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഇവിടെ തുടങ്ങുക. എന്നിട്ടോ പ്രയോറിറ്റി സർക്കാർ തീരുമാനിക്കുക. ഒരു ഗവൺമെന്റിന്റെ തട്ടിപ്പിന്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കണം. ജനങ്ങൾ അവരുടെ പീപ്പിൾസ് ഓൾട്ടർനേറ്റീവ് എന്ന പോലെ ജനങ്ങൾ ഉണ്ടാക്കിയ ഒരു പദ്ധതിയെ സർക്കാർ ഹയർ ചെയ്യുക. എന്നിട്ടോ അവൻ വെബ്സൈറ്റ് വഴി പ്രയോറിറ്റി തീരുമാനിക്കുക. നമ്മൾ നാട്ടിൽ ഈ പ്രയോറിറ്റിയുടെ ഉള്ളിൽ പെടാതെ കഷ്ടപ്പെടുന്നവന് സഹായം എത്തിക്കാൻ ചെയ്ത ഒരു കാര്യത്തെ വീണ്ടും ഗവൺമെന്റിന്റെ കയ്യിലേക്ക് തന്നെ കൊണ്ടുപോകാൻ, അവന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു തട്ടിപ്പാണ് ഇവിടെ പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ ഞാൻ ദീർഘമായി പറയല്ല, ഇത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാത്ത കുറെ ആളുകൾ, അവരെ അപകടപ്പെടുത്തുന്ന കുറെ ആളുകൾ, അവർക്കെതിരെയാണ്. ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു സുപ്രീം കോടതി വിധി, അത് നിങ്ങൾ മറക്കാതിരിക്കണം. ഈ വേദിയിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരടക്കമുള്ളവർ എന്നതുകൊണ്ട് ഞാൻ ഒരിക്കലൂടെ നിങ്ങളോട് പറയാൻ ശ്രദ്ധേയമായ ഒരു വിധി. എന്തിനാണ് ഈ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത്? കോൺഗ്രസ് മുസ്ലിം ലീഗും തമ്മിൽ വലിയ തർക്കം ഉണ്ടായിട്ടില്ലേ? എല്ലാ കാലത്തും അങ്ങനെ നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളില്ലേ? കോൺഗ്രസ് മുസ്ലിം ലീഗും വേറെ വേറെ പാർട്ടി തന്നെയാണ്, വേറെ വേറെ അജണ്ടയാണ്, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ തന്നെയാണ്. പക്ഷേ കോൺഗ്രസും മുസ്ലിം ലീഗും യോജിക്കുന്ന ഏറ്റവും മർമ്മപ്രധാനമായ ഒരു പോയിന്റ് ഉണ്ട്. അതെന്താണെന്ന് അറിയുമോ? അത് ഈ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ മൗലികതയെ നിലനിർത്തുന്ന ജനാധിപത്യ ബോധമുള്ള രാഷ്ട്രീയമാവുക എന്നതാണ്. അതിന്റെ പേരിലാണ് തർക്കമൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഓർത്തു നോക്കൂ, കഴിഞ്ഞ ആഴ്ചയിൽ വന്ന സുപ്രധാനമായ വിധിയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അഭിവന്ദനായ കുഞ്ഞാലിക്കുട്ടി സാഹിബും ബഹുമാന്യനായ ET മുഹമ്മദ് ബഷീർ സാഹിബും കക്ഷി ചേർന്നിട്ടുള്ള ഒരു വിധിയാണ് വന്നത്.
എന്താണ് ഈ ലോക്കൽ സമ്പൽ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ലോക്കൽ കോടതികളിൽ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു ലോക്കൽ കോടതിയിൽ ആ കോടതിയിൽ പോയി ഒരു കേസ് കൊടുക്കുക. എന്താ കേസ്? കൊയിലാണ്ടി പള്ളിയുടെ അടിയിൽ ഒരു വിഗ്രഹമുണ്ട്. അത് ഇന്ന പണിക്കര് പ്രശ്നം വെച്ച് കണ്ടെത്തിയതാണ്. അതുകൊണ്ട് അത് ക്ഷേത്രമായിരുന്നു. ആ വിഗ്രഹത്തെ തകർത്താണ് അവിടെ പള്ളി ഉണ്ടാക്കിയത്. അതുകൊണ്ട് അത് സർവേ നടത്താൻ അനുമതി വേണം. കോടതി സമ്മതിക്കാൻ പാടില്ല. കാരണം ഇവിടെ 991 ആക്ട് ഉണ്ട്. എന്നിട്ടും ലോക്കൽ കോടതികൾ സമ്മതിക്കുക. പിന്നെ വിഷയമാകും, ജനങ്ങൾ തമ്മിൽ പ്രക്ഷോഭമാകും, സമ്പലിൽ മരിച്ച പോലെ ആളുകൾ മരിച്ചു പോകും. ഈ ഘട്ടത്തിലാണ് സുപ്രീം കോടതിയിൽ ഇടപെടുന്നത്. ഇനി സർവേക്ക് ലോക്കൽ കോടതികൾ ഉത്തരവിറക്കരുത്. സമ്പലിന്റെ പശ്ചാത്തലത്തിൽ അടക്കം ഇത് ആശ്വാസമുള്ളതാണ്. ഇന്ത്യയിലെ സുപ്രീം കോടതികളെ ചീഫ് ജസ്റ്റിസ് അടക്കമുള്ളവർ വിധി പറഞ്ഞ ഈ വിധി കഴിഞ്ഞ ആഴ്ചയിലാണ് വന്നത്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അങ്ങനെ കേട്ടുപോയാൽ പോരാ. അത് കേൾക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവേ, GM ബനാത്തുവാല സാഹിബിന്റെ കബറിനെ നീ സ്വർഗ പൂന്തോപ്പാക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ മനുഷ്യന്റെ വിയർപ്പ് അതിനകത്തുണ്ട്, ആ മനുഷ്യന്റെ അധ്വാനം അതിനകത്തുണ്ട്. 987 ഇന്ത്യയുടെ പാർലമെന്റിൽ ആ മനുഷ്യൻ ഒരു സ്വകാര്യ ബില്ല് കൊണ്ടുവന്നു. എന്താ ബില്ലെന്നറിയോ? ഇവിടുത്തെ ക്ഷേത്രങ്ങൾ, ഇവിടുത്തെ പള്ളികൾ, ഇവിടുത്തെ ചർച്ചുകൾ, ഇവിടുത്തെ ഗുരുദ്വാരകൾ, ഇതെല്ലാം 947 ഓഗസ്റ്റ് 15 കട്ട് ഓഫ് ഡേറ്റ് ആക്കി. 15 ഓഗസ്റ്റ് 15 ആരുടെ കയ്യിലാണോ പള്ളി, ആരുടെ കയ്യിലാണോ ചർച്ച്, ആരുടെ കയ്യിലാണോ ക്ഷേത്രം, അതിന്റെ മുകളിൽ അവകാശവാദം ഉന്നയിക്കരുത്, കുഴപ്പമുണ്ടാക്കരുത്. സ്വാഭാവികമായി മുസ്ലിം ലീഗ് ഒരു ചെറിയ പാർട്ടിയാണ്. 87 സ്വകാര്യ ബില്ല് പരാജയപ്പെട്ടു. 990 കോൺഗ്രസ് മുസ്ലിം ലീഗും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ മുന്നണിയിൽ നിന്ന് മുസ്ലിം ലീഗ് ഇറങ്ങിപ്പോന്നു. എവിടേക്കും പോയില്ല. മുസ്ലിം ലീഗ് സ്വതന്ത്രമായി നിന്നു. അങ്ങനെ നിന്നപ്പോഴാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നത്. മുസ്ലിം ലീഗുമായി അങ്ങനെ പിണങ്ങാൻ കോൺഗ്രസിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. കേരളത്തിലെ 20 സീറ്റുകൾ തമിഴ്നാട്ടിലെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സ്വാധീനം മാത്രമല്ല, ആ ഒരു സഖ്യത്തിന്റെ ഒരു നൈർമല്യം കൂടി ഉണ്ടായിരുന്നു. കോൺഗ്രസ് പറഞ്ഞു അത് പുനഃപരിശോധിക്കണം. ചർച്ച തുടങ്ങി. മുസ്ലിം ലീഗ് ഒരു ഡിമാൻഡ് വെച്ചു. ഒറ്റ ഡിമാൻഡ്. എന്താണ്? വടകര പാർലമെന്റ് മണ്ഡലം, കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം, അങ്ങനെ കുറെ പാർലമെന്റ് മണ്ഡലം ഞങ്ങൾക്ക് വേണമെന്നല്ല, നിയമസഭയിൽ ഞങ്ങൾക്ക് സീറ്റ് കൂടുതൽ വേണമെന്നല്ല. ഒരു ഡിമാൻഡ്. 987 GM ബനാത്തുവാല സാഹിബ് ഇന്ത്യയുടെ പാർലമെന്റിൽ കൊണ്ടുവന്ന സ്വകാര്യ ബില്ലിനെ ഔദ്യോഗികമായി ഇന്ത്യയിൽ അംഗീകരിക്കണം. കോൺഗ്രസ് ആദ്യത്തെ ചർച്ചയിൽ പറഞ്ഞു ആലോചിക്കട്ടെ. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ചർച്ച. കോൺഗ്രസ് ഒരു ഡിമാൻഡ് വെച്ചു. എന്താണ്? ബാബരി മസ്ജിദ് ഒരു തർക്കഭൂമിയാണ്, കോടതിയുടെ മുമ്പിലുള്ള മാറ്ററാണ്, നിരവധി കേസുകളുണ്ട്. അതുകൊണ്ട് ബാബരി മസ്ജിദ് ഒഴിച്ചുള്ള എല്ലാ പള്ളികളും ചർച്ചുകളും ആരാധനാലയങ്ങളും മുഴുവൻ 947 കട്ട് ഓഫ് ഡേറ്റിലേക്ക് കൊണ്ടുവരുന്ന ബില്ല് കോൺഗ്രസ് കൊണ്ടുവരും. രണ്ടാമതൊരു വട്ടം ആലോചിക്കാതെ മുസ്ലിം ലീഗ് ആ സഖ്യത്തിലേക്ക് ചേർന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, തെരഞ്ഞെടുപ്പിന്റെ ആരവത്തിലാണ്. ഞാനൊക്കെ അന്ന് ഒരു അനൗൺസറായി ഇങ്ങനെ നടക്കുന്ന സമയമാണ്. നാട്ടില് ആവേശകരമായി രാജീവ് ഗാന്ധിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള കവലപ്രസംഗങ്ങൾ അങ്ങനെ പോവാണ്. പെട്ടെന്നാണ് നമ്മളൊക്കെ സ്തബ്ധരാവുന്നത്. രാജീവ് ഗാന്ധി ചിതറിത്തെറിച്ച് ഇന്ത്യയുടെ തെരുവുകളെ ചോര വാർത്തി ആ മനുഷ്യൻ മരിച്ചുപോയി. നമ്മളൊക്കെ നിശബ്ദരായി നിന്നു ഒരുപാട് മണിക്കൂറുകൾ. പക്ഷേ ഇത് രാജ്യമാണ്, നമുക്ക് തിരിച്ചു വരണം. തെരഞ്ഞെടുപ്പ് വീണ്ടും തീയതി മാറ്റി പ്രഖ്യാപിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആവേശകരമായി പ്രസംഗിച്ച പൊതുയോഗങ്ങൾ സങ്കടത്തിന്റെ കടലായി പ്രസംഗങ്ങളുടെ രീതി മാറി. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അതിശക്തമായി തിരിച്ചു വന്നു. പക്ഷെ നമുക്ക് ഉറപ്പ് തന്നത് രാജീവ് ഗാന്ധിയാണ്. എന്നിട്ടും ആ മനുഷ്യൻ മരിച്ചുപോയിട്ടും വാക്ക് പാലിച്ചു കോൺഗ്രസ്. 991 ആ ബില്ല് കൊണ്ടുവന്നു. ഞാൻ ചെറുപ്പക്കാരോട് പറയട്ടെ, ഇന്ത്യയിൽ ഇപ്പോഴും ഒരു ജനതയെ ആത്മബോധത്തോടെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന വർഗീയവാദികൾക്ക് മറുപടി കൊടുക്കാൻ കഴിയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സംഭാവനയിലെ ഏറ്റവും മികച്ചതെന്തെന്ന് ചോദിച്ചാൽ വർത്തമാനകാലത്ത് പറയാൻ കഴിയുന്ന ഒരു ബില്ല് അതാണ്. എന്തിനാണ് ലീഗ് എന്ന് ചോദിക്കുന്നവരോട്, എന്തിനാണ് ഈ രാഷ്ട്രീയ സഖ്യങ്ങൾ എന്ന് ചോദിക്കുന്നവരോട്, എന്താണ് ജനാധിപത്യ ബോധത്തിന്റെ ആന്തരികമായ അർത്ഥം എന്ന് ചോദിക്കുന്നവരോട് ലീഗിന് പറയാൻ കഴിയുന്ന ഉത്തരം ഇതാണ്. ഈ ഓഫീസ് ഇവിടെ ഉണ്ടാകുമ്പോ ഓർത്തുവെച്ച് നിങ്ങൾ പിന്നെയും പിന്നെയും കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്തിനായിരുന്നു? ഈ പച്ചക്കൊടി പിടിച്ച് കുറെ പാവം മനുഷ്യന്മാർ, കുറെ പാവം
എന്തിനായിരുന്നു? അവരുടെ അധ്വാനം എന്തിനായിരുന്നു? കുറെ ഉമ്മമാരുടെ പ്രാർത്ഥനകൾ എന്തിനായിരുന്നു? ഒരുപാട് പണ്ഡിതന്മാർ മുസ്ലിം ലീഗിന്റെ വേദിയിൽ കയറി അല്ലാഹുവേ ഈ സംഘത്തെ നീ ജയിപ്പിക്കണമേ എന്ന് ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചത് എന്തിനായിരുന്നു? ഇതൊരു സ്നേഹമുള്ള യാത്രയാണ്. അതുകൊണ്ടാണ് ഇത് തകരാതെ പോകുന്നത്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചെറിയ ചെറിയ സംഘങ്ങൾ ഉണ്ടാക്കിയ മഹാ അത്ഭുതങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു ചെറിയ സംഘമാണ്. എവിടെ നിന്ന് ശത്രുക്കൾ പതിരുന്ന് ആക്രമിച്ചാലും അള്ളാഹുവിൻ്റെ സഹായമുണ്ടെന്ന് അതിനെ തകർക്കാൻ എന്ന് വിചാരിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ശക്തി എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, പണ്ഡിതന്മാർ പ്രാർത്ഥിച്ചുണ്ടാക്കിയ ഒരു സംഘടനയെ കുത്തിത്തിരിപ്പ് കൊണ്ട് തകർക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അവരേത് സഭയിൽപ്പെട്ടവരായാലും അത് സാധ്യമല്ല, അത് സാധ്യമല്ല. കാരണം ഇതിൽ ഒരാളുടെ അല്ല, ഒരു സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെയും സ്പന്ദനത്തിൻ്റെയും, ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ കുട്ടികളുടെ ഭാവിയുടെയും കാര്യമുണ്ട്. ഉമ്മമാരും മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കണം, രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാനൊന്നും കഴിയില്ല. നിങ്ങളിങ്ങനെ ഈ പൊതുയോഗത്തിനൊക്കെ വരുമ്പോൾ നിങ്ങൾക്കും മനസ്സിലായതുകൊണ്ടാണ് വരുന്നത്. എനിക്കറിയാം, നിങ്ങളുടെ വീട്ടിലെ പാലിൻ്റെ വില തീരുമാനിക്കുന്നത് രാഷ്ട്രീയമാണ്. മക്കളുടെ പരീക്ഷയിലെ ചോദ്യം തീരുമാനിക്കുന്നത് രാഷ്ട്രീയമാണ്. മക്കളുടെ പരീക്ഷയുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് മാർക്കിടുന്നത് രാഷ്ട്രീയമാണ്. നമ്മുടെ വീട്ടിലെ സാധനങ്ങളുടെ വില നിശ്ചയിക്കുന്നത് രാഷ്ട്രീയമാണ്. പാർക്കുന്ന വീടിൻ്റെ നികുതിയും നിൽക്കുന്ന സ്ഥലത്തിൻ്റെ നികുതിയും തീരുമാനിക്കുന്നത് രാഷ്ട്രീയമാണ്. നിങ്ങൾ എത്രയൊക്കെ ഓടി ഒളിച്ചാലും നിങ്ങൾക്ക് ഒളിച്ചു നിൽക്കാൻ ഇടമില്ല രാഷ്ട്രീയത്തിനകത്ത്. മാറി നിൽക്കുകയല്ല, ചേർന്ന് നിന്ന് നന്നാക്കിയെടുക്കുകയാണ് രാഷ്ട്രീയത്തെ വേണ്ടത് എന്നതിൻ്റെ സൂചനയാണ്, ഇടമാണ് ഈ ഓഫീസ് എന്ന് ഓർമ്മിക്കുക. എല്ലാം നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.